എൻ്റെ ക്യാമറ നൈറ്റിൽ തുടങ്ങി Hello, Magneshi. Hello. സാധാരണയും വിഭിന്നമായി നമ്മൾ തവണ ഒരു 2 ഡേ ട്രിപ്പ് പോലെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും മോർണിംഗ് ബാണാസുര ഡാം ഒക്കെ കണ്ട് എല്ലാവരും പരസ്പരം പരിചയപ്പെടുകയും ഒക്കെ ചെയ്തു. ഓൾറെഡി നമ്മൾ മിക്ക കുടുംബങ്ങളും കൂടുന്നതായതുകൊണ്ട് എനിക്ക് മിക്കവരുടെയും മുഖങ്ങൾ അറിയാം, പേര് വിളിച്ചുള്ളി അറിയാമെങ്കിൽ എല്ലാവരെയും കണ്ടാൽ എനിക്ക് മനസ്സിലാവും. പിന്നെ എല്ലാവരും രാവിലെ ഇത്രയും നേരം നമ്മൾ ഒരുമിച്ചായിരുന്നു, അപ്പം എല്ലാവരും ഓൾറെഡി പരസ്പരം പരിചയപ്പെട്ട് കഴിയും. ഇനി നമ്മുടെ ഒഫീഷ്യൽ പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ അച്ഛന്മാരെയും നമ്മുടെ പ്രസിഡന്റിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിമാനോചൻ, കുര്യനോചൻ, അഗസ്റ്റൻ, സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റർ ഫിൽസി, സിസ്റ്റർ വിൻസി. സിസ്റ്റർ വിൻസി ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
യു. ഇനി നമുക്ക് സ്വാഗത പ്രസംഗമാണ്. അതിനുവേണ്ടി സിസ്റ്റർ ഫെൽസി വൈദ്യമാക്കളെ ക്ഷണിക്കും. താങ്ക് യു സിസ്റ്റർ. കഴിഞ്ഞ വർഷം നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് വിഭാഗത്തിലേക്ക് വിളിപ്പെട്ട രണ്ടുപേരുണ്ട്. പാലക്കാട് മേഖലയിലെ തോമസ് അല്ല. ഇവരെ അനുസരിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടുത്തതായി റിപ്പോർട്ട് വാങ്ങിക്കായി പാലക്കുടിയിൽ വൈദ്യമാക്കളെ ക്ഷണിക്കുന്നു. കുടുംബ റിപ്പോർട്ട് വരിക്കുമാക്കൾ കുടുംബയോഗത്തിന്റെ 2023 കുടുംബ സംഗമം 2023 മെയ് മാസം 14-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 വെള്ളിയാമറ്റം സെന്റ് ജോർജ് ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയോടെ ആരംഭിച്ചു. പരിശുദ്ധ കുർബാന കുടുംബാംഗങ്ങളായ വൈദികരുടെ കാർമ്മികത്വത്തിലായിരുന്നു. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വെള്ളിയാമറ്റത്തുള്ള തോമസ് ജോൺ കുട്ടിച്ചന്റെ ഭവനത്തിൽ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്നു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം കുടുംബയോഗ പ്രസിഡന്റ് ശ്രീ ജാൻഡിസ് കറിയായുടെ അധ്യക്ഷതയിൽ യോഗ നടപടികൾ ആരംഭിച്ചു. ഈശ്വര പ്രാർത്ഥനയോടെ യോഗം ആരംഭിച്ചു. കുടുംബനാഥൻ തോമസ് ജോൺ എല്ലാവരെയും കുടുംബയോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈദ്യമാക്കൾ കൂട്ടായ്മയിൽ നിന്നും നിത്യസമാനത്തിനായി വിളിക്കപ്പെട്ടവരെ അനുസ്മരിച്ച് പ്രാർത്ഥിച്ചു. കുടുംബയോഗത്തിന്റെ പ്രാധാന്യം തന്റെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ പ്രസിഡന്റ് കുടുംബാംഗങ്ങളെ ഓർമ്മപ്പെടുത്തി. സെക്രട്ടറി കുടുംബയോഗ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുടുംബയോഗം രക്ഷാധികാരിയും വെള്ളിയാമറ്റം പള്ളി വികാരിയുമായ എമാനുവലച്ചൻ മുഖ്യ പ്രഭാഷണം നടത്തി. കുടുംബാംഗങ്ങളായ വൈദികർ ഫാദർ ജോസ്, ഫാദർ അഗച്ചൻ, ഫാദർ അനിൽ ഇവർ കുടുംബയോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുടുംബയോഗ ട്രഷറർ കണക്ക് അവതരിപ്പിച്ചു. മുൻ വർഷങ്ങളിലെ കുടുംബയോഗത്തിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബാംഗങ്ങൾക്കായി വളരെ പ്രചോദനാത്മകമായ ഒരു ക്ലാസ് കരിമണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ശ്രീ ഷിജു കെ ജോർജ് നടത്തുകയുണ്ടായി. കുടുംബമാണ് യഥാർത്ഥ പരിശീലന കേന്ദ്രമെന്നും ഒരു നല്ല കുടുംബം നല്ല ഒരു യൂണിവേഴ്സിറ്റിയാണെന്നും തന്റെ ക്ലാസ്സിലൂടെ ഷിജു സാർ എടുത്തു പറയുകയുണ്ടായി. ധാർമ്മികതയുടെ ഉത്തമ സംഘത്തിൽ നിന്നും അധാർമികതയുടെ അഗാധലത്തിലേക്ക് നിർദ്ദേശിച്ച അഞ്ജന ദിനേശിന്റെ ജീവിതകഥ വീർപ്പടക്കിയാണ് കുടുംബാംഗങ്ങൾ ശ്രമിച്ചത്. വിദ്യാഭ്യാസത്തിന് ശേഷം കുട്ടികൾ ആത്മബോധം സ്ഫുടം ചെയ്തിട്ടുള്ളവരാകണം. ഹൃദയം തുറന്ന് സ്നേഹിക്കുവാനും ജീവിതത്തെ സുതാര്യമാക്കുവാനും ബ്ലഡ് ഈസ് ബെറ്റർ ദാൻ വാട്ടർ എന്ന ആശയത്തെ പുറകെ പിടിച്ചു. വസുദൈവ കുടുംബം എന്ന വിശാല ചിന്താഗതിയിലേക്ക് എല്ലാവരും വളരണമെന്നും ഷിജു സാർ ഉദ്ബോധിപ്പിച്ചു. 80 വയസ്സിന്മേൽ പ്രായമുള്ളവരെയും അറിവുദാനത്തിന്റെ പ്രാധാന്യം സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയ അനുവിനെയും യോഗത്തിൽ ആദരിച്ചു. നേട്ടമുള്ള വിജയങ്ങൾ കരസ്ഥമാക്കിയ ഫെബിയ മരിയ ജെയിംസിനും എലി വിജയ്ക്കും ഡോക്ടർ റോയ് ജോസഫിനും ആദരവുകൾ നൽകി. കുടുംബാംഗങ്ങളായ കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ കുടുംബയോഗത്തിന്റെ മാറ്റുകൂട്ടി. കുടുംബാംഗങ്ങൾക്കായി നടത്തപ്പെട്ട സർപ്രൈസ് ഗിഫ്റ്റ് മത്സരത്തിൽ ഇളന്തോട്ട മേഖലയിൽ നിന്നുള്ള ശ്രീ ജോസ് സമ്മാനാർഹനായി. എക്സിക്യൂട്ടീവ് മീറ്റിംഗുകൾ ഓൺലൈനായി 4 എക്സിക്യൂട്ടീവ് മീറ്റിംഗുകൾ നടത്തുകയുണ്ടായി. 2023 ഡിസംബർ 17, 2023 ഡിസംബർ 20, 2024 ഏപ്രിൽ 14,
2024 മെയ് 14 എന്നീ തീയതികളിലായി നടന്നു. കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ചും കുടുംബയോഗത്തിന്റെ സുഗമമായ നടത്തിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചും മീറ്റിംഗിൽ ചർച്ച ചെയ്തു. പ്രവർത്തനങ്ങൾ കുടുംബയോഗം രക്ഷാധികാരിയായ ബഹുമാനപ്പെട്ട മാനവരച്ചന്റെ പൗരത്വ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ 2024 ജനുവരി 24 വെള്ളിയാമറ്റം പള്ളിയിലെത്തി ആശംസകൾ അർപ്പിച്ചു. 2024 ഫെബ്രുവരി 3 എമാനുവലച്ച് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് പാലാമാറപ്പൻ തൃശ്ശൂരിലേക്ക് താമസം മാറ്റി. 2024 ഏപ്രിൽ 28 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇടവെട്ടി കലയന്താനി മേഖലയിലെ ഭവനങ്ങൾ സന്ദർശിച്ച് കുടുംബാംഗങ്ങളുടെ ക്ഷേമാന്വേഷണങ്ങൾ നടത്തി. സ്വദേശത്തും വിദേശത്തുമുള്ളവർക്കും കുടുംബയോഗ വിശേഷങ്ങൾ അറിയുന്നതിനായി വൈദ്യമാന ഭാവി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ 2024 മെയ് 16 ആരംഭിച്ച കാര്യം ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നത്. 2023-24 കാലയളവിൽ വരിക്കുമാക്കൾ കൂട്ടായ്മയിൽ നിന്നും 2 പേർ നിത്യസമാനത്തായി വിളിക്കപ്പെട്ടു. പാലക്കാട് മേഖലയിലുള്ള തോമസ് മരണം 9/8/2023, അന്നമ്മ മരണം 5/5/2024. മൃതസംസ്കാര ശുശ്രൂഷകളിൽ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. അനുമോദനങ്ങൾ 2023 ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ മുണ്ടക്കൈ മേഖലയിലെ രേഖ മരിയെ വിനിയോഗിക്കുന്നു. 2024 ഹയർ സെക്കൻഡറി പരീക്ഷ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ എമിലിയ മരിയ ജെയിംസിനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പൂനെയിൽ നിന്നും കെമിസ്ട്രി PhD കരസ്ഥമാക്കിയ നവീൻ ജോസ് റോയ്ക്കും കുടുംബയോഗത്തിന്റെ പേരിലുള്ള അനുമോദനങ്ങൾ നേടുന്നു. 2024 ജനുവരി 28 കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച കട്ടപ്പന മേഖലയിലെ അലഞ്ചോളി നിമി ജോസഫ് ദമ്പതികൾക്കും 2024 ഫെബ്രുവരി 3 കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഷാരൂ ജോസിൻ ദമ്പതികൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. റൂബി ജൂബിലി നിറവിലാണ് നമ്മുടെ കുടുംബയോഗം. പൗരത്വത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട എമാനുവലച്ചനും വ്രതവാഗ്ദാനത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ കുടുംബയോഗ പ്രസിഡന്റിന്റെ സഹോദരങ്ങളായ സുഷ വിൻസിക്കും സുഷ ഫിൽസിക്കും ഈ തരത്തിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. കുടുംബയോഗ വിജയത്തിനായി അക്ഷീണം പ്രയത്നിക്കുന്ന കുടുംബാംഗങ്ങൾ ഓരോരുത്തരോടുകൂടെ നന്ദി അറിയിക്കട്ടെ. പ്രത്യേകിച്ച് രക്ഷാധികാരി ഫാദർ മാനവൻ, കുടുംബയോഗ പ്രസിഡന്റ് ശ്രീ രാജേഷ് കറിയ, മറ്റു ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മേഖല ലീഡർമാർ, വൈദികർ, സിസ്റ്റേഴ്സ് എന്നിവർ ഓരോരുത്തരോടും ഈ കുടുംബയോഗത്തിന് ആതിഥ്യം വഹിക്കുന്ന ശ്രീ രാജേഷ് കറിയായോടും കുടുംബാംഗങ്ങൾ ഓരോരുത്തരോടും നന്ദി അറിയിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് എല്ലാവരുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. നന്ദി. റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് അച്ഛനെ നന്ദി അറിയുന്നു. പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പം ഒരു പാട്ടൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഒരു താല്പര്യമാണ്. പാട്ട് കേൾക്കാൻ തോന്നിയാൽ നമ്മുടെ കുടുംബത്തിൽ ഇഷ്ടംപോലെ പാട്ടുകാരുള്ളതുകൊണ്ട് നമുക്ക് ഒരു പാടുന്നില്ല. നമ്മുടെ തൊട്ടത്തേക്കരയിലെ അജിസാറിൻ്റെ 2 മെഡിക്കൽ കുട്ടികൾ ഇവിടെ പാട്ട് പാടാൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ ഏഞ്ചൽ എലിസബത്ത് അല്ലേ, ഏഞ്ചൽ ആൻഡ് എലിസബത്ത് 2 പേരെ ഇൻവൈറ്റ് ചെയ്യും.
നമ്മുടെ ഈ കുടുംബയോഗ റിപ്പോർട്ടിൽ നിങ്ങളുടെ ഉപശീകരണം നടത്തുന്നതാണ്. അതിനകത്ത് കുറച്ച് നമ്പർ ഇട്ടിട്ടുണ്ട്, പേര് വീട്ടുപേരും പിന്നെ മേഖല എഴുതുക, ഒപ്പ്. കുട്ടികളുടെ വീട്ടിൽ വന്നിരിക്കുന്ന അവരുടെ മാതാപിതാക്കന്മാരെ എഴുതിയാൽ മതി. ആദ്യം പുരുഷന്മാരുടെ ഭാഗത്ത് ഈ ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള ബുക്ക് തന്ന് ഇടുന്നത്. പേര് വീട്ടുപേരും എഴുതുക. രണ്ടാമത് മേഖല, കമ്പനിയുണ്ട്, പാലക്കാടുണ്ട്. പിന്നെ അവസാനം മനോഹരമായ ഗാനം ആരംഭിച്ച ഏജന്റും എക്സ്പെർട്ടും നന്ദി. അടുത്തതായി മുഖ്യ പ്രഭാഷണത്തിനായി ഫാദർ ഇമ്മാനുവൽ വൈദ്യമാക്കലിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ അതുപോലെ ജൂബിലിയെ ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പ്രത്യേകമായി അഭിപ്രായം നൽകിയിട്ടെ. നമ്മുടെ കുടുംബയോഗം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ഓരോ വർഷവും ഏതെങ്കിലും വിധത്തിൽ നമ്മളിത് നന്നായി നടത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷമാണ് അതിൻ്റെ സിറ്റേഴ്സിൻ്റെ ജൂബിലിയുണ്ട്. ഇവിടെ വെച്ച് നടത്തുമ്പോൾ ഇവിടെ നടത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇതിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ആരംഭിച്ചത്. നമ്മുടെ പ്രസിഡന്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പിയാറോ സാജു എല്ലാവരെയും ഒരുക്കിയെന്ന് പറയുന്ന പോലെ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാനുള്ള കാരണം, ആദ്യം 59 പേരുള്ള ബസ്സിൽ നിന്ന് ഏകദേശം 32-35 പേര് പിൻവാങ്ങി. അത് കഴിഞ്ഞപ്പോൾ പോലീസ് നടക്കില്ല, ചെറിയൊരു ഒറ്റയ്ക്ക് പോരാം ചിന്തിച്ചപ്പോൾ അങ്ങനെയല്ല. നമ്മള് അതിനകത്ത് ആള് തികയ്ക്കും ഒന്നിച്ചു പോകുമെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനൊരു സധൈര്യം മുന്നോട്ട് ഇറങ്ങിയ കാര്യത്തിന് പ്രത്യേകമായി അവിടെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ 42 പേര് ഉണ്ട്. അല്ലാത്തവരും സന്ധിക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സംഖ്യ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നു. എല്ലാ മേഖലകളിൽ നിന്നും ശക്തമായ ഒരു പ്രാതിനിധ്യം നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും കാര്യം ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ കുടുംബയോഗം ആരംഭിക്കുന്നത് ഈ സഭായത്തിൻ്റെ പ്രത്യേകമായ താല്പര്യപ്രകാരമാണ്. അന്ന് കുടിക്കലും ജോസഫിനും ഞാൻ ഒന്നിച്ചു ചേർന്ന് ഇത് ഒന്ന് അടിസ്ഥാനമിടാൻ വളരെയധികം പരിശ്രമിക്കുകയും അതിനായിട്ട് നിയമാവലികളിലേക്ക് ഉണ്ടാക്കി എല്ലാ ഭവനങ്ങളും സന്ദർശിച്ച് ബുദ്ധിമുട്ടിയാണത് രൂപപ്പെടുത്തിയെടുത്തത്. എന്നാൽ അത് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഭവനത്തിലും വെച്ച് അവരുടെ ചെലവിൽ അവർ അതിഥേയത്തിലാണ് നടത്തിയിരുന്നത്. എന്നാൽ പിന്നീട് വന്നപ്പോഴും നമുക്കൊരു ചെറിയ തളർച്ചയ്ക്ക് ഉണ്ടായപ്പോഴാണ് സാജു രംഗത്തേക്ക് വരുന്നത്. സാജുവാണ് ഒരു പട്ടു വേണമെന്നും ഇതിനെ ശക്തിയായി നടത്തണമെന്നും എല്ലാവരെയും ഇതിന്റെ ഉൾപ്പെടുന്ന ശക്തമായ ഒരു നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ ആദ്യമായിട്ടുണ്ടായിരുന്ന പ്രതിഭാപനായിരുന്നു പിന്നെ ായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല നേതൃത്വം നൽകിയവരെ നല്ല സജീവമായി ഓരോ വർഷത്തെ ഓരോ സ്ഥലത്ത് വെച്ച് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയി. കാലത്ത് വെച്ച് വലിയ ആഘോഷത്തിന് വലിയ അനുഭവം തന്നെ ഉണ്ടായിരിക്കുകയോ നേതാക്കന്മാരിൽ തന്നെ രണ്ടുപേരുണ്ടായിരുന്നു. അങ്ങനെ ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ കാലം മാറിക്കഴിഞ്ഞപ്പോൾ കാലം ഇത്രയും മാറി. അങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഒന്നിച്ചു കൂടാൻ സാധിക്കുന്നില്ല. നമ്മുടെ ആൾക്കാർ തന്നെ പലരും വിദേശത്താണ്. ഇതിനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നുകൂടി ആലോചിച്ച് ഈ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ യുവജനങ്ങൾ പലരും പുറത്തേക്ക് പോവുകയാണ്, അവർക്ക് എത്താൻ സാധിക്കുന്നില്ല. നമ്മൾ ഓൺലൈനിലോ മറ്റേതെങ്കിലും വിധത്തിലോ ഇതിനെ ശക്തിപ്പെടുത്തുകയും അതിൻ്റെ ഒരു പ്രതിരോധം ഇതുപോലെയുള്ള മീറ്റിംഗ് കൂടുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ മീറ്റിംഗ് കൂടുമ്പോൾ അപ്പോൾ തന്നെ ദയവായിട്ട് നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദയവായിട്ട് എത്തിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനം അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ റിക്കാർഡ് ചെയ്തിട്ട്
യൂട്യൂബിലിടാം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലോകത്തിലുള്ള എല്ലാ അംഗങ്ങളുമായിട്ട് ഒരു ബന്ധപ്പെടൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ചർച്ച വന്നു കഴിയുമ്പോൾ അങ്ങനെയാണ് കൂടുതൽ സജീവമാക്കണം എന്നുള്ളതിനെ നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. പ്രാവശ്യം ഏതായാലും വളരെ രസകരമായിരുന്നു. നമ്മൾ ഒരു ദിവസം പൂർണ്ണമായിട്ടും രസകരമൊക്കെ ടൂർ പോലെ തന്നെ നടത്തി. ഇതെല്ലാം കൂടെ വന്നപ്പോൾ കൂടുതൽ അടുപ്പം നമുക്കുണ്ടായിക്കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇന്നത്തെ കാലത്ത് കണ്ണീർ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളതിനെ മുറുകിക്കെട്ടാനുള്ള നമ്മുടെ പരിശ്രമം അത് ഇത്രയും കാലം നമ്മൾ വിജയകരമായി കൊണ്ടുപോയി അത് കൂടുതൽ ശക്തമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. എല്ലാം ഇതുപോലെ ഓരോ സ്ഥലത്ത് വെച്ച് കൂടാനായിട്ട് ഇപ്പൊ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ തന്നെ വെച്ച് കൂടി ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്റ്റേഷൻ പുരോഗതിയുടെ ഒരു കാരണമായി തീരുകയും ചെയ്തു. അടുത്ത വർഷം നമുക്ക് ഇവിടെ കൂടണമെന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും ഇപ്പോൾ നമ്മുടെ ഒട്ടക്കങ്ങാട്ടിയുടെ കല്യാണം നടത്തുന്നത് കണ്ണൂരിന്റെ പേരിൽ കല്യാണം നടത്തുന്നവരുണ്ട്, ആകാശത്തിൽ നടത്തുന്നവർ അതുപോലെ നമ്മുടെ കുടുംബയോഗങ്ങൾ അതുപോലെ രസകരമായ പല സ്ഥലങ്ങളിലേക്ക് നടത്താൻ ദയവായിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തേണ്ടത് നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം. നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങൾ അതുപോലെ കുടുംബത്തിലുണ്ടാകുന്ന പ്രത്യേക സംഭവങ്ങൾ പരസ്പരം സഹകരിക്കാൻ കല്യാണാവകാശങ്ങളായിക്കൊള്ളട്ടെ, മറ്റു വിധത്തിലുള്ള ഗർഭങ്ങളായിക്കൊള്ളട്ടെ, ജോലിക്കായിക്കൊള്ളട്ടെ, പഠനത്തിനായിക്കൊള്ളട്ടെ, നമുക്ക് കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് നമ്മുടെ ചരിത്ര ശേഖരണം ആയിട്ട് കൊടുക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ പ്രകാരം തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രത്യേകമായിട്ട് ഇതിനെല്ലാം നമുക്ക് അഭിമാനിക്കാം. മറ്റുള്ള കുടുംബയോഗങ്ങൾ നോക്കുമ്പോഴും കഴിഞ്ഞ കുടുംബയോഗത്തിൽ ചെറിയതാവായിരുന്നു പോയപ്പോൾ നമ്മൾ ഇതുപോലെ പോകാനായിട്ട് 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബസ്സിന് പോലാണ് കാണാൻ കിട്ടിയില്ല. എന്നാൽ നമ്മളിവിടെ ഒരു ബസ് നടത്തി ഒരു ആളുകൾ അല്ലാതെ എത്തിച്ചു വരിക എന്ന് പറയുമ്പോഴും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ ജൂബിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 7 ദിവസം കൂടുമ്പോൾ സാപത്ത് ദിവസമാണ്. 7 വർഷം കഴിയുമ്പോൾ സാപത്തിയർ എന്ന് പറയും. 7 സാപത്തിയർ കൂടുമ്പോഴാണ് 49 കഴിഞ്ഞ 50ാമത്തെ വർഷമാണ് ജൂബിലി വർഷം. ആ വർഷം അത് ദൂതന്മാരെ സംബന്ധിച്ച് അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വേട്ടാൻ വെച്ച് ആദ്യം മുതൽ ആരംഭിക്കാമെന്നാണ്. ഇതുവരെയും ഇപ്പൊ നമ്മൾ ജൂബിലി ആഘോഷിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഞാനും ഇതുവരെ ഞങ്ങളുടെ മുതുകത്ത് വെച്ച് കിട്ടിയ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് വീണ്ടും ആദ്യകാലത്തെ അധ്യക്ഷതയിലേക്ക് കടന്നു വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവര് അമ്മമാരായിരിക്കുന്ന ഒരു അവസരമാണ്. പണ്ട് നമ്മൾ സിസ്റ്റേഴ്സിനെ വിളിക്കുന്നത് അമ്മ ആയതാണ്. ഇപ്പോഴത് സിസ്റ്ററായി മാറിയപ്പോഴത്തേക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 50 വർഷം എന്ന് പറയുമ്പോൾ വലുതായ കാലമാണ്, വളരെ പ്രവർത്തനമാണ്. ഇന്നത്തെ കാലത്ത് 50 വർഷം സജീവമായിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതും പ്രയാസകരവുമാണ്. വളരെ ആനന്ദകരമായ ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛനാകുന്നവരെയുള്ള ഒരു ഘട്ടം, അതിനെ തുടർന്ന് പൗരോഹിത്യത്തിന്റെ കാലഘട്ടം, ഇപ്പോൾ റിട്ടയർമെന്റിന്റെ കാലഘട്ടം. എനിക്ക് പൗരോഹിത്യത്തിന്റെ കാലഘട്ടത്തിലേക്കുള്ള അതേ താല്പര്യത്തോടുകൂടിയാണ് ഞാൻ റിട്ടയർമെന്റിന്റെ കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഹാപ്പിയാണ് എന്നുള്ള കാര്യത്തിൽ. എന്നാൽ ദൈവാനുഗ്രഹത്താൽ അതിന് പറ്റിയ അവസരവും കാര്യങ്ങളും എനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാലായിൽ പ്രത്യേക പള്ളിയോട് ചേർന്ന് മാറപ്രേ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ 2 പേരുണ്ട്. അതുകൂടാതെ വേറെ 2 വിഷുവും കൂടിയുണ്ട്. അവിടെ വളരെ സുഖകരമായ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതുവരെയുള്ള ഉൾപ്പെട്ടോ കാര്യങ്ങളോ ചിന്തകളോ ഒന്നുമില്ല. കഴിയും. നമ്മളെ രാവിലെ 6:30 പ്രാർത്ഥന, 7 മണിക്ക് കുർബാന, 8 മണിക്ക് ഭക്ഷണം. പിന്നെ അതുപോലെ കഴിയുമ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് കൊണ്ടാം, 3 മണി 3:30 ആയി കഴിയുമ്പോൾ വീണ്ടും പ്രാർത്ഥനകൾ, 4 മണിക്ക് കാപ്പി, പിന്നീട് 7:30 ഭക്ഷണം, 8 മണിക്ക് കാപ്പി. നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും
ഒരു ഓർഡറിൽ വന്നു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷപ്പെട്ടു. ഞാൻ ഭംഗിയായി കൊണ്ടുവരും. നമ്മൾ വേറെ എവിടെയെങ്കിലും ബന്ധപ്പെട്ടാൽ എവിടെ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് വർഷം വേണമെന്ന് പറഞ്ഞാൽ അത് അറിയിക്കുകയും നമുക്കെടുക്കേണ്ട ഇൻസുലിൻ എടുത്ത് സിസ്റ്ററുണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിയതെല്ലാം എടുത്തിട്ടു. അവിടെ നമ്മൾ കഴിക്കാനുള്ള ഗുളികകളെ എത്തിച്ചാൽ മതി. സമയമാകുമ്പോൾ അത് ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന മേശപ്പുറത്ത് വെച്ചിരിക്കും. അത് അത്രമാത്രം ഗുണമായിട്ടാണ് പോകുന്നത്. എല്ലാവരും മനുഷ്യന്മാരൊക്കെ അവർക്ക് ചിലപ്പം അവർക്ക് പ്രത്യേകമായ ആളുകളെ പോലും അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. പല അവസരങ്ങളിലും പലരുടെ പല കാര്യത്തിലേക്ക് പോകാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. ഇടവകയിലെ തിരക്ക് കാരണം ഞാൻ ചെയ്യുകയാണ്. ആരും വിളിച്ചാലും അവിടെ പോകാനായിട്ട് പോകുന്നുണ്ട്. എൻ്റെ ആരോഗ്യം എനിക്ക് പോയായിരുന്നു. സ്വരവും പോയി, സ്വരം പറയാൻ കേൾക്കൊണ്ടിരിക്കുന്നതുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യം തിരിച്ചുകിട്ടി എല്ലാ സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ബസ്സിലെ യാത്ര ചെയ്യുന്നത് എനിക്ക് ക്ഷീണമൊന്നുമില്ല. 2-3 ആഴ്ച മുമ്പ് പലവാട്ടിലേക്ക് ഇതുപോലെ പോയതാണ്. അപ്പോൾ അങ്ങനെ ദൈവമെല്ലാം കിടന്ന് തന്നിരിക്കണം. അതുപോലെ സിസ്റ്റേഴ്സും ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ബഹുമാനം ചെയ്യുമ്പോൾ കണ്ടു. അവരുടെ പാവപ്പെട്ട സ്ത്രീകൾ നമ്മുടെ സിസ്റ്റർ അവിടെയുണ്ട്. സിസ്റ്റർ അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകമായിട്ട് അവിടെ നമുക്ക് അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്നും ഉയർന്നു പോകുന്ന വളരെയധികം വിദേശത്തും കേട്ട് വളരെയധികം ആളുകൾ പോകുന്നു. അഭിമാനിക്കാൻ നമുക്ക് അറിയണം, അഭിമാനിക്കുകയും ചെയ്യണം. അതിനോട് നമുക്ക് ചേർന്നുകൊണ്ട് നമ്മുടെ കഴിവുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഈ കുടുംബയോഗം ശക്തമായിട്ട് നമ്മളെല്ലാം പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് മുന്നോട്ട് പോകട്ടെ. നമ്മുടെ യൂട്യൂബ് ആരംഭിച്ച് കഴിയുമ്പോൾ നിങ്ങളുടേതായ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളും വലുതാണെങ്കിൽ പോലും നമ്മുടെ കുട്ടികളോട് പറയുക എത്തുള്ളൂ. ഇത്രയും കുഞ്ഞു കുട്ടികളോടൊപ്പം പറയக்கூடிய സന്തോഷമുള്ളത് കൂടുതൽ കുട്ടികളുണ്ട്. യുവജനങ്ങളെ കുറച്ച് കുറവാണ് എങ്കിലും ഉള്ളവർക്ക് നല്ല ശക്തരാണ്. അപ്പോൾ ഭാവിയിൽ പോകാം, നമ്മളെ ശക്തിപ്പെടുത്താം. യുവതിയെ കേരളത്തിൽ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും മക്കളെ ആശംസിക്കുന്നു. ശക്തിപൂർവ്വം നമ്മൾ മുന്നോട്ട് പോകും. എല്ലാവരും ഞാൻ ചെയ്യാം. അതിനോട് ആരോഗ്യത്തിന് നൽകാനുണ്ട്. ചെയ്യാറോളം ശക്തിപ്പെടുത്തി വരാനാണ് അതിന് തയ്യാറായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംഘടന ശക്തമാണ്. നമ്മുടെ ദേശീയമല്ല ഇവിടെ കുറച്ചുപേരെ എത്താൻ സാധിക്കുള്ളൂ എങ്കിലും സംഖ്യയിലില്ല. ശക്തിയെ നേരിട്ടുമാണ് കാര്യം. നമുക്ക് മുന്നോട്ട് പോകാം. ഈ ലോകത്തിലെ എല്ലാവരും മക്കളോട് ആശംസിക്കുന്നു. നിലയിൽ നല്ലൊരു സന്ദേശം നൽകിയത് അച്ഛനെ നല്ലറിയുന്നു. അച്ഛൻ പറഞ്ഞതോടെ അടുത്ത വർഷം ഇതിൽ കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇപ്പം യൂട്യൂബ് ചാനലൊക്കെ ഇപ്പം വിദേശത്തൊക്കെ ഉള്ളവർക്ക് ഓൺലൈനായിട്ടെങ്കിലും അറ്റൻഡ് ചെയ്യാൻ വളരെ ശ്രമിക്കാം. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ കൂട്ടായ്മയെ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ പ്രസിഡന്റ് രാജേഷ് സാറിനെ ക്ഷണിക്കണം. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇത്രയും ആളുകൾ നമ്മൾ ഈ കോഴിക്കോട് കഴിഞ്ഞ് വയനാട്ടിൽ ഇത്രയും ആൾക്കാർ നമ്മൾ കുടുംബത്തിലുള്ള ആൾക്കാർ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. അത് പറഞ്ഞ ഏറ്റവും സാധ്യമാണ്. ബാക്കി എല്ലാവരും പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ സാധ്യമാണ് ഇത്രയും ആൾക്കാർ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ഈ ഉപയോഗം 2 പ്രാവശ്യം തീരുമാനിച്ചത് നമ്മളുടെ 3 മാനേജിൻ്റെ വിശ്വാസത്തിൽ എൻ്റെ കടന്മാരാണ്. അവരുടെയൊക്കെ ജൂബിലിയാണ്. അപ്പം ജൂബിലിയെ കൂടെ നമുക്ക് ആഘോഷിക്കണം എന്ന് തീരുമാനമെടുക്കുകയും അങ്ങനെ നേരം നമ്മൾ ഇവിടെ കോഴിക്കോട് ലെവലിൽ വെച്ചാകാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിനെ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പം നാളെയാണ് നമ്മളുടെ പള്ളിയിലെ കുർബാനയും അതിനോടനുബന്ധിച്ച് അവർക്ക് ഞാൻ അവിടെ ഇരുന്ന കാര്യമില്ല. അതിന്
എല്ലാവരും 10 മിനിറ്റ് സമയം കൊടുത്താൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാം ഇതിപ്പോൾ നമ്മുടെ ഉപയോഗം ആയിട്ട് നമ്മുടെ ഉപയോഗം ഒഴിവാക്കി. അപ്പോൾ ഈ ഉപയോഗത്തിലെ ആൾക്കാരെ ജയിപ്പിച്ചതിന് ആദ്യമായി എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടായ്മ 41-ാമത്തെ കൊല്ലമാണ്. എന്തായാലും ഒന്നിനൊന്ന് ശക്തിയായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ചില മീറ്റിങ്ങുകളിൽ അല്പം കുറവുണ്ടെങ്കിൽ പിന്നെ മീറ്റിങ്ങിൽ അത് പരിഹരിച്ചുകൊണ്ട് ആൾക്കാർ കൂടുതൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇത്ര ആളുകളായതുകൊണ്ടും ഒക്കെ ആണ് ആൾക്കാർ പറഞ്ഞത്. പിന്നെ റിസൾട്ട് വന്ന അഡ്മിഷൻ്റെ കാര്യത്തിൽ കൂടുതൽ കാമ്പന്മാർ കാണും, അതിനൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും വൻ വിജയമാണ്. ഇതിനുവേണ്ടി പറഞ്ഞ എല്ലാവരും നന്ദി എന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം കൊണ്ട് നന്ദി ആളുകളുണ്ട്. അതിഥിപ്രസംഗം നടത്തിയ ശ്രീ രാജേശ്വരിയിൽ നിന്ന് അറിയിക്കുന്നു. എല്ലാവരും ഒരു കാപ്പി കുടിച്ച് കാപ്പിയൊക്കെ കയറി ഒന്ന് സ്റ്റിമുലേറ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു ആട്ടുകാരി റഷൂടെ ആയാലും നമുക്കൊരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആയിട്ട് 2 കുട്ടികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മിഷേൽ പ്രിൻസ് ആൻഡ് മിഖേല പ്രിൻസ് അവരുടെ നിരീക്ഷണം. Thank you, Michelle and Michaela. അടുത്തതായി കണക്ക് അവതരണത്തിനായി ഡോക്ടർ സാജനെ ക്ഷണിക്കുന്നു. കണക്ക് അവതരിപ്പിക്കുന്നതാണ് ഞാനല്ല, ഞാനൊരു പകരക്കാരനാണ്. അദ്ദേഹം വരാനുള്ള അസൗകര്യം കൊണ്ട് കണക്കേണ്ടിയിരിക്കുന്നത് ഞാൻ അവതരിപ്പിക്കുന്നത് 14/5/2023 മുതൽ 16/5/2024 വരെയുള്ള വരവ് ചെലവുകൾ. ഓപ്പണിംഗ് ബാലൻസ് 9,97,899. പൊതുയോഗ ചെലവ് 80,000. മെമ്മൻറ്റോ 1,200. ഷാൾ 1,500. റെമ്യൂണറേഷൻ 1000. റീത്ത് 1,500. ലെറ്റർ പോസ്റ്റിംഗ് 760. മൊത്തം 85,860 സ്പോൺസർ. കഴിഞ്ഞ വർഷത്തെ ഇൻട്രസ്റ്റിൻ്റെ ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് 73,241 രൂപയുള്ളൂ.
അപ്പം മൈനസ് വരെ 17,611 രൂപ കഴിഞ്ഞ വർഷം നമുക്ക് കുറവാണ്. അത് മുൻ ഇതിൽ നിന്ന് എടുത്ത് നെഗറ്റ് ചെയ്തു. ഇപ്പം ലാസ്റ്റ് എന്ന് പറയുന്നത് 9,97,899 രൂപ. ഇനി ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓവറോൾ കണക്ക് പറഞ്ഞുള്ളൂ. ഇനിയിപ്പം കൂടുതൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ പറയാം. വെറുതെ സമയം കളയണ്ടല്ലോ. ആർക്കെങ്കിലും താങ്ക് യു. അടുത്തതായി ഒരു ഡാൻസ് കൂടിയാണ്. ലീല മറിയം വിശ്വാൻ തിയർ എന്ന റിജുനേഷൻ.
അടിപൊളി ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെച്ച ആയിരിക്കും. താങ്ക് യു. എന്റെ അച്ഛന്റെ പേര് പ്രിൻസ് നിഷ. എന്റെ പേര് നിഷ ഫ്രണ്ട്സ്. എന്റെ പപ്പയുടെ പേര് ഫ്രണ്ട്സ്. എന്റെ അമ്മയുടെ പേരാണ് നിഷ. എന്റെ ബിജു. എന്റെ അമ്മയുടെ പേര് സുധി. എന്റെ പേര് അടുത്തതായി ആശംസ പ്രസംഗത്തിനായി ശ്രീ അജയ് വെള്ളിമാക്കലിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജേഷ് കറിയ അവരുടെ, രക്ഷാധികാരി ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛ, ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ അച്ഛ, ബഹുമാനപ്പെട്ട ദുരിയ അച്ഛ, ഞാൻ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട PR ഡോക്ടർ സാജു അവരുടെ, പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബയോഗത്തിന്റെ 41ാം വാർഷികമാണല്ലോ നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഈ വർഷം നമുക്കറിയാം, നമ്മളൊരു ഉല്ലാസയാത്രയുടെ മൂഡിലാണ് ഈ വർഷം ക്രമീകരിക്കപ്പെട്ടത്. വളരെ നല്ല മറ്റുള്ളവരുമായി കൂടുതൽ ആഴത്തിൽ അറിയാനും കൂടുതൽ പരിചയപ്പെടാനും ഒന്നിച്ചുള്ള യാത്രകൾ ഒരനുഭവമാകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ലാത്തതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നത് എന്തോ അതാണ് കുടുംബം. അപ്പോൾ പ്രിയമുള്ളവരെ, അനേകം കുടുംബങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് ഒരിടത്തായിരിക്കുമ്പോഴുണ്ടാകുന്ന ഇമ്പം എത്ര മനോഹരമായിരിക്കും. നമ്മൾ എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും, എണ്ണത്തിൽ കുറവാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇമാരോചം പറയുന്നുണ്ട്, ചെറുപ്പക്കാരെ ഒന്നും കാണുന്നില്ല, യുവജനങ്ങളെ ഒന്നും കാണുന്നില്ല. നമ്മുടെ യുവജനങ്ങൾക്ക് എന്ത് പറ്റി? അവരൊക്കെ അന്യനാടുകളിൽ ചേക്കേറാൻ പോയി. നമ്മുടെ നാട്ടിലെ ആഗ്രഹമുള്ള ചെറുപ്പക്കാർ അന്യനാട്ടിൽ ചേക്കേറാൻ പോയാൽ ഒരിക്കലും കുടുംബക്കാരോട് അറിയാം, നല്ല സ്വത്തുള്ളവർ ഇഷ്ടംപോലെയുണ്ട്, അതുപോലെ പഠിക്കാൻ വേണ്ടിയുള്ള ധാരാളം ആൾക്കാരുണ്ട്. നാട്ടിൽ ശ്രമിച്ചാൽ നല്ല ജോലി കിട്ടുന്നവർ പോലും അന്യനാടുകളിൽ കുടിയേറുന്നത് നമ്മുടെ സമൂഹത്തിനും നാടിനും വിപത്താണ് എന്ന കാര്യം ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുകയാണ്. നാട്ടിൽ ജീവിക്കാൻ സാധിക്കുന്ന, പഠിക്കാൻ സാധിക്കുന്ന, ശ്രമിച്ചാൽ നല്ല ജോലി കിട്ടാവുന്നവർ പോലും ഇനി അന്യനാടുകളിലേക്ക് കുടിയേറി പാർക്കുകയാണ്. അത് നല്ലൊരു പ്രവണതയല്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അതുപോലെ തന്നെ ഇത്തരം കുടുംബയോഗങ്ങൾ നമ്മുടെ സമൂഹത്തെ തച്ചുടയ്ക്കുന്ന ലഹരി മരുന്നിനെ പറ്റിയും ഇന്റർനെറ്റ് മാഫിയയെ പറ്റിയൊക്കെ നമ്മുടെ കുട്ടികൾക്കൊരു ബോധവൽക്കരണം കൊടുക്കുന്ന ഒരു മാർഗമായി ഉപയോഗിക്കുകയാണ് എങ്കിൽ അതും വളരെ നല്ലതാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബയോഗത്തിന്റെ ഭാരവാഹികളെയും രക്ഷാധികാരികളെയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ലോകപ്രശസ്ത ആംഗലേയ സാഹിത്യകാരൻ റോബർട്ട് ഫ്രോസ്റ്റ് ഇങ്ങനെ പാടിയിരിക്കുന്നു: Woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കുടുംബയോഗം നമ്മുടെ സമൂഹത്തിന് തെളിച്ചവും വെളിച്ചവും പകരുന്നതാകട്ടെ, മറ്റുള്ളവർക്ക് മാതൃക നൽകുന്നതാകട്ടെ, അതുപോലെ ഉപകരിക്കുന്നതായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു. ആശംസകൾ അറിയിച്ചു അജിസാറിന് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഫാമിലിയിലെ ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അങ്ങനെ പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഒരു മജീഷ്യൻ നമ്മളോട് ഉണ്ടെന്നത് നമ്മുടെ എത്ര പേർക്കറിയാം? അപ്പൊ നമ്മുടെ ഇടയ്ക്ക് ഒരു മജീഷ്യൻ, ഒരു കലാകാരൻ നമ്മുടെ ഇടയ്ക്കുണ്ട്. ഒരു മാജിക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ നമുക്ക് ഇവാൻഡിനെ വെയിറ്റ് ചെയ്യാം.
ഞാൻ വിപിൻ, എൻ്റെ അച്ഛൻ്റെ പേര് വിപിൻ പീറ്റർ, എൻ്റെ അമ്മയുടെ പേര്, എൻ്റെ വീട് പേര് മുകളിൽ. മോളുടെ മോനാണ് എൻ്റെ മോളുടെ പോലെ. നമ്മളെല്ലാ വർഷവും കൂട്ടായ്മയിലെ ഡാൻസ് പാട്ടൊക്കെ കാണാറുണ്ട്. എന്നാലും ഇതൊരു വെറൈറ്റി സംഭവമാണ്. ആദ്യമായിട്ടായിരുന്നു നമ്മുടെ കൂട്ടായ്മയിൽ ഒരു മജീഷ്യൻ. എനിവേ താങ്ക് യു, അടിപൊളിയായിരുന്നു. അടുത്തതായി അനുമോദന ചടങ്ങാണ്. നമ്മുടെ കൂട്ടായ്മയിലെ ഇമ്മാനുവൽ അച്ഛൻ പൗരോഹിത്യത്തിന്റെ 50 വർഷം ആഘോഷിക്കുകയാണ്. 50 വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ അച്ഛനെ ആദരിക്കുന്നതിനായി നമ്മുടെ പ്രസിഡന്റ് രാജ്യസഭയായി ക്ഷണിക്കുന്നു. താങ്ക് യു. നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് ഈ വർഷം +2 ഫുൾ A+ വാങ്ങിയ ഫെബിയാനെ ക്ഷണിക്കുന്നു. ഫെബിയ വന്നിട്ടുള്ളപ്പോൾ ഫെബിയയുടെ ഫാദറിനെ ക്ഷണിക്കുന്നു. ഇമ്മാനുവൽ അച്ഛൻ മൊമെന്റ് കൈമാറുന്നതാണ്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷത്തെയാണ് ഫുൾ A+ നേടിയ നേഹ മരിയ ബിനോ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഈ വർഷം ഫെബ്രുവരി 3 വിവാഹിതരായ ജോഫിനെ ഷാലിനെ ആദരിക്കുന്നതിനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടുപേരും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാര്യങ്ങൾ പരിചയപ്പെടുക. വൈദ്യമകൻ ഷാജിയുടെ മോളാണ് ഇലത്തോട്ടം മേഖല. ഞാൻ ഇവിടെ എറണാകുളത്ത് LS എന്ന കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. ഫെബ്രുവരി 3 ഞങ്ങളുടെ മാരേജ്. ഹസ്ബൻഡ് എൻ്റെ പേര് ജോഫിൻ ജോൺ. ഞാൻ കർണാടക തെക്കഞ്ചേരി ഫാമിലിയാണ്. ഞാൻ ബാംഗ്ലൂർ സെറോക്കോ എന്ന ഒരു കമ്പനിയിൽ ഡാറ്റ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു.
നമുക്ക് എല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും നമുക്ക് പരസ്പരം പരിചയപ്പെടണ്ടേ. അപ്പം എല്ലാവർക്കും നമുക്ക് തുടങ്ങി മേഖല തിരിച്ച് പരിചയപ്പെടാം. ആദ്യം ഏത് മേഖല കയറണം? ഉണ്ടകൈകാരൻ. ഓക്കെ. ഇവിടുത്തെ മേഖലക്കാരുടെ വീട്ടിലോട്ട് നമുക്ക് പരിചയപ്പെടാം. ഹലോ, ഞാനാണ് ലീഡർ. എൻ്റെ പേര് ടോം. ടോമിനാണ് എൻ്റെ മോന്, എൻ്റെ ഭാര്യ, മോൻ, എൻ്റെ മകൻ്റെ മോന്. ഇത് അമേരിക്കയിലാണ്. ഞാൻ മുണ്ടപ്പാറ മേഖലയിലെ കുട്ടിപ്പാപ്പൻ്റെ മകൻ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ജോസ്. കുട്ടിപ്പാപ്പൻ്റെ മക്കളാണ്. മകൻ കാമോച്ചൻ്റെ മകൻ കുഞ്ഞുമോൻ വിനോദ് എന്ന് പറയുന്ന ആളാണ്. ഇവരുടെ വിളിക്കുന്നത് ഏതായാലും മക്കളാണ്. എൻ്റെ പേര് സാബു. എൻ്റെ ഭാര്യ റാണി, എൻ്റെ മോള്. ഞങ്ങൾ US-ലാണ്. നമ്മൾ US-ലായിട്ട് 18 ദിവസമായി. കഴിഞ്ഞ ആഴ്ച അവർക്ക് വന്നതാണ്. എൻ്റെ പേര് ആൽബിറ്റോ. ഞാൻ ചോമന്നൂർ. എൻ്റെ പേര് യേശു. മേഖലക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് കോഴിക്കോട് മേഖലയിൽ നിന്ന് വന്നവരെ പരിചയപ്പെടാം. കോഴിക്കോട് മേഖലക്കാരിൽ നിന്ന് എൻ്റെ പേര് ബിജു. രാജു ശ്രീയുടെ മോനാണ്. നമുക്ക് ഇടവെട്ടി കലയക്കാനി മേഖലയിൽ നിന്നൊന്ന് ആരെ പരിചയപ്പെടാം. ആ മേഖലയിൽ നിന്ന് എല്ലാവരും ഫ്രണ്ടിലോട്ട് വരിക. ഇടവെട്ടി മേഖലയുടെ ലീഡറാണ്. എൻ്റെ പേര് ജോഷി. ഞാൻ താമസിക്കുന്നത് തൊടുപുഴ
ഇളയമോൻ ഒരു 2 മക്കളോടെയുണ്ട്. മൂത്തയാൾക്ക് പോകും ക്ലാസ്സുണ്ട്, അതുകൊണ്ടാണ് അവർ വരാത്തത്. എൻ്റെ പേര് അജിത് ഇബ്രഹാം. ഞാൻ കലയത്താനിയാണ് എൻ്റെ വീട്. വലിയമാൻ ജോലിയുടെ മകനാണ്. ബിജു ഇനി നമുക്ക് കട്ടപ്പന മേഖലയിൽ നിന്ന് വന്നവരെ പരിചയപ്പെടാം. കട്ടപ്പന മേഖലക്കാരെ ഞാൻ ദേവി എൻ്റെ ഭാര്യ എൻ്റെ പേര് ജോളി. കട്ടപ്പന മേഖലയിൽ പഴയ കുടുംബയോഗ പ്രസിഡന്റ് വി സുഭാഷിൻ്റെ മകനാണ്. എനിക്ക് 3 മക്കളുണ്ട്. ആരും വന്നിട്ടില്ല. ഞാൻ കട്ടപ്പന കുഞ്ഞാപ്പഞ്ചായത്തിനെ എല്ലാവർക്കും അറിയാമായിരുന്നു. മകൻ്റെ ഭാര്യയാണ്. എനിക്ക് 3 മക്കളാണുള്ളത്. ആരും വന്നിട്ടില്ല. അവർക്ക് ജോലിക്ക് വേണ്ടിക്കാൻ ഹസ്ബൻഡ് പറ്റി ജോലി അറിയാമായിരുന്നു. ഇനി മുട്ട മേഖലയിൽ നിന്നുള്ള ആൾക്കാർ മുട്ടനിലോട്ട് വരാം. ഞാനുണ്ട് നീ ഉണ്ടല്ലേ ഇരിക്കില്ലേ? ഞങ്ങളെല്ലാം ഒരുമിച്ച് ചക്കച്ചക്കാന്ന് പറഞ്ഞാൽ ഈ സാധനം തിരിക്കാൻ പറ്റും. എൻ്റെ പേര് മാർക്ക്. ഞാൻ മൂലത്തിൽ താമസിക്കുന്നു. എൻ്റെ വൈഫ് കണ്ടുപിടിച്ച് എൻ്റെ പേര് മെൽവിൻ മാർട്ടിൻ. എൻ്റെ പേര് ജോസഫ് ദേവി. എൻ്റെ പേര് മനു കുര്യാസിന്. എൻ്റെ പേര് താമസിക്കുന്നു. പേര് ജിസ്മോള്. എൻ്റെ വൈഫാണ്. മേലുകാരി താമസിക്കുന്നു. 2 കുട്ടികളാണ്. മൂത്തയാണ് ഇടയാണ് രണ്ടിനും വന്നിട്ടില്ല. കുട്ടികളെ ജോലി. എൻ്റെ പേര് ജിബി. മേഖലയിലെ കരിമാറ്റുന്നതാണ്. പിന്നീട് മകനാണ്. ഞാൻ അവരെ കൂടുതൽ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേര്
ഇനി പരിചയപ്പെടുന്നത് തൃശ്ശൂർ പാലക്കാട് മേഖലയിൽ നിന്നുള്ളവര്. തൃശ്ശൂര് പാലക്കാട് ഞാൻ മാത്രമുള്ളൂ. ഓരോ ഒഴിവ് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. ഇളന്തോട്ടം പാല മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളവര്. എൻ്റെ അനിയൻ്റെ വൈഫാണ്. ഫാദർ കുര്യൻ 2 ഫെബ്രുവരി 3 മുതൽ മുത്തോലി 5 പള്ളിയിലെ മുത്തോലിയിൽ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രശസ്തമായിട്ടുള്ള അതോടെ തന്നെ നമ്മുടെ കുടുംബങ്ങൾ പറ്റുന്നത് സന്ദർശിക്കുന്ന നല്ല കാര്യം. ഞാനിവിടെ അച്ഛന്മാരെ എൻ്റെ പേര് വൈഫ് കണ്ടുകൊടുക്കുന്നു.
എൻ്റെ പ്രിൻസ് വലിയ ജോർജിൻ്റെ ചേട്ടൻ്റെ മോളാണ് രാജാച്ചൻ എന്ന് പറയും. എനിക്ക് 3 മക്കളുണ്ട്. അതാണ് മിഷേല, മിഖേല, ഫർണീഷ. ഒരു മേഖല കൂടി പൊതുക്കുരുക്ക അവിടുന്ന് ആരും ചേർന്നിട്ടില്ലെന്നാണ് അറിഞ്ഞത്. നമുക്ക് ചർച്ചകളുടെ ഒരു സമയമാണ്. എല്ലാ വർഷവും നമ്മൾ നമ്മുടെ കുടുംബയോഗത്തിൽ ഓരോ പുതിയ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പോകുന്നതിൽ എന്തെങ്കിലും അവാർഡുകൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും മെറിറ്റ്സ് ഡിമെറിറ്റ്സ് എല്ലാത്തിനെയും പറ്റി നമ്മളൊന്ന് അവലോകനം ചെയ്ത് കൂടുതൽ എങ്ങനെ കുടുംബയോഗം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാം ഓരോരുത്തരുടെയും അവരുടെ ആശയങ്ങൾ മുന്നോട്ട് പറയുകയാണെങ്കിൽ നമുക്കത് ബന്ധപ്പെട്ടെടുക്കാൻ നമുക്ക് ചിന്തിക്കാം. ഓരോരുത്തർക്കൊക്കെ അഭിപ്രായം പറയാം. നമ്മൾ ഈ ബലം പിടിച്ചിരിക്കുന്നത് മാറ്റിയിട്ട് ഫ്രീ ആയിട്ട് തമാശായിട്ടും കാര്യങ്ങൾ പറയാം. എല്ലാം നടക്കുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല, എങ്കിലും നമ്മുടെ സ്വപ്നങ്ങളല്ലേ പറയാം. കൂടുതൽ ശക്തിപ്പെടുത്താൻ പുതിയ മാർഗങ്ങളുണ്ടോ? അപ്പോൾ കൂടുതൽ നമുക്ക് നെറ്റ് വഴിയായിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ആരംഭിച്ചിട്ടുള്ളത്. അതിലേക്ക് എല്ലാവരിൽ നിന്നും എല്ലാ യൂണിറ്റിൽ നിന്നും എപ്പോഴും മാറ്ററുകൾ വന്നുകൊണ്ടിരിക്കണം. ആ വിധത്തിൽ നമുക്കൊരു ബന്ധം എല്ലാവരും. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ 100% സത്യസന്ധമായി പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു നമുക്ക് ആ യൂണിറ്റില് അബദ്ധവശാൽ ഞാൻ ഒരാളെ വിളിക്കാനിടയായപ്പോൾ അയാളുടെ മകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, 1.5 മാസം മുന്നെങ്കിൽ ഒരു കാര്യം പറഞ്ഞു, പിന്നത്തെ കാര്യമൊന്നും പറഞ്ഞില്ല, ഇന്ന് വിളിച്ചാൽ എങ്ങനെയാ ഞങ്ങളില്ലാത്ത വരുന്നത്, ഞാൻ പോലും എന്നാണ് വിളിച്ചത്. അപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ 2 പ്രാവശ്യം ഇതേ ലീഡറെ വിളിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആദ്യം വിളി 12 വീടോ അല്ലെ 14 15 വീട്, പക്ഷെ വിളിച്ചിട്ടില്ല എന്ന് വിളിക്കപ്പെടേണ്ടിയവർ പറഞ്ഞപ്പോൾ. പക്ഷെ ഞാനതിനെ 100% തള്ളിയൊന്നും പറയുന്നില്ല. പക്ഷെ ആ തരത്തിലുള്ള ഒരു പെരുമാറ്റം യൂണിറ്റ് ലീഡേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വളരെ മോശമാണ്. കാരണം 15 വീട്ടിൽ കൂടെ അല്ലെ 28 ആയ കൂടെയുള്ള യോജനയാണ് 25 യോജന മാത്രമേ ഉള്ളൂ. ബാക്കി അത്രയില്ല. അതുപോലും കൃത്യമായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ സ്വന്തത്തിൽ കുറ്റപ്പെടുത്തില്ല. നമുക്കിതൊന്ന് ബിൽഡപ്പ് ചെയ്യണമെന്ന് വേറെ ഒരു നിർവാഹം. അതുകൊണ്ടാണ് ഒരു എളുപ്പമില്ലാതെ തന്നെ ഞാൻ നിങ്ങളുടെ ദൈവത്തെ ഞാൻ എല്ലാവരും കുടുംബങ്ങളുമായിട്ട് എല്ലാവരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ പരിപാടിക്ക് വലിയ പ്രതികരണം കിട്ടുകയെന്നുള്ള ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് കുറെ പേരെ ഒഴിവാക്കി എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞ യൂണിറ്റ് ലീഡേഴ്സ് കുറച്ചുകൂടെ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും പേര് വന്നു എന്ന് പറയുന്നത് വലിയ വിജയം. എന്തുവായിരുന്നു ഇത്രയും പേര് വന്നു പറയുന്നത് വലിയ. അപ്പൊ ഇതിന്റെ ഒരു 2 ഘട്ടം ആൾക്കാരെ നമുക്ക് നാട്ടുപുറത്താകുമ്പോൾ ഇപ്പൊ ഇവിടെ വയനാട്ടിൽ നമ്മൾ ബലം പിടിച്ചപ്പോൾ കൊണ്ടുവന്നാണ്. നാട്ടുപുറത്ത് നടക്കുന്ന പരിപാടിക്ക് ബുദ്ധിമുട്ടില്ലാതെ കുറെ ആൾക്കാരെ നിർത്താൻ പറ്റുന്ന എനിക്ക് വിശ്വാസം. പക്ഷെ അതിന് യൂണിറ്റ് ലീഡേഴ്സ് സ്വയം തിരിച്ചറിഞ്ഞ് അവരവരുടെ മെമ്പേഴ്സിനെ വിളിക്കാനും സംഘടിപ്പിക്കാനും പരിപാടിയിൽ കൊണ്ടുവരാനും ശ്രമിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. തടഞ്ഞു പോയത് അറിയപ്പെട്ടായിരിക്കും ക്ഷമിക്കുക. കോതമംഗലം മേഖലയെന്ന് പറഞ്ഞൊരു മേഖലയുടെ ഉണ്ടാകും. അവിടെ ആരും വന്നിട്ടില്ല. പെരിന്തൽമണ്ണ പുലിക്കുരിപ്പ് പറഞ്ഞു കോതമംഗലം മേഖലയുണ്ട്. നമ്മുടെ ട്രഷറിന്റെ മേഖലയാണ്. പക്ഷേ ദൈവത്തിൽ ഓരോരുത്തർക്കും ഓരോ അസൗകര്യങ്ങളാണ് അവർ വന്നിട്ടുള്ളത്. സോറി.
പറ്റിയാൽ PRO വിളിക്കും, ആരും പരിഭവമൊന്നും വിചാരിക്കും. സെക്രട്ടറിമാർക്ക് പിന്നെ നമുക്ക് ആദ്യകാലം പോലെ തിരഞ്ഞെടുത്ത സെക്രട്ടറിമാരാണ്. നമുക്ക് അവരെ മാറ്റാനും നമുക്കൊരു വിഷമം, മാറണമെന്ന് പറയാനും വിഷമം. അതേപോലെ നിർജീവമായ ഒരു സ്വയമൊക്കെ മാറിയിട്ട് മറ്റാരുടെയും പേര് നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം ഇത്രയും കാലമായി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ സഹകരിക്കുന്നില്ല എന്ന് വരുമ്പോൾ എന്നാലും ഒരു നല്ല സ്ഥാനത്തിരിക്കുന്നവരും മാന്യന്മാരുമായി വന്ന് മാറണമെന്ന് പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കുറെ കൂടി സജീവമാകുമായിരുന്നു എന്നായിരിക്കും തോന്നുന്നു. എല്ലാവരും മാറ്റിയിട്ട് കൂടിയാണ് ആക്കണം. നമ്മളെല്ലാം സമരശാലയിൽ ഇരിക്കുന്നവരാണ് ഇവിടെ. നമ്മൾ പുറമേ കയറ്റി പറ്റിയാലെന്നൊക്കെ പറയുന്നത് ധൈര്യമായിട്ട് ഇരിക്കുന്നത് അങ്ങനെയൊന്നും വിചാരിക്കണ്ട. മാറാൻ തയ്യാറില്ലെന്നാണ്. പിന്നെ നമ്മുടെ വനിതാ വിഭാഗം അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് രൂപീകരിക്കാനായിട്ട് നമ്മുടെ ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നിന്ന് ആരംഭിച്ചത്. എല്ലാ കാര്യത്തിലും ജോയിന്റ് സെക്രട്ടറി സജീവമായിട്ടുണ്ട്. അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിച്ചതാണ്. കാരണം ഇന്ന് നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് അവർ അവരുടേതായ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നുമല്ലെങ്കിലും നാട്ടുകാരെ കുറ്റമൊന്നും പറയാൻ കൊടുത്തിട്ടില്ല. അത് തന്നെ ഒരു ഐക്യമാണ്. അതുകൊണ്ട് അങ്ങനെയൊരു യൂണിറ്റുകൾ നമ്മൾ ശക്തിപ്പെടുത്തി കൊണ്ടുവരണം. നമ്മുടെ വനിതകൾക്ക് വേണ്ടിയിട്ട് എല്ലാം നമ്മുടെ കുറച്ചുപേര് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും അതിലെ അംഗങ്ങളാകുകയും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബന്ധപ്പെടുകയും ചെയ്യും. നമ്മൾ ഏകാന്തമായിട്ടിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അങ്ങോട്ടിനെക്കുറിച്ചൊരു വർത്തമാനം പറയാനും നല്ല അവസരം നമുക്കിപ്പോൾ ഉണ്ട്. അതൊന്ന് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റും നമുക്ക് പറയാം, എങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായം പോലെ എങ്ങനെ ചെയ്യാൻ പറ്റും. ചർച്ച എന്ന് പറയുമ്പോൾ പറയാം, അന്യമത്തിലൊക്കെ ചെയ്യാം പറയാം. ഞാനെൻ്റെ ഒരു മതി എന്നെ ലീഡറാകുമ്പോൾ പേടിക്കൊന്നും വേണ്ട, ആഗ്രഹമൊന്നുമില്ല. വളരെ തയ്യാറായി മാത്രമേ. ഇപ്പം നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അവർക്ക് നമ്മളായിട്ടൊരു ബന്ധം നിലനിർത്താം. ഗ്രീനേറ്റ് വളരെ സജീവമായിട്ട് ഈ ഒരു രംഗത്ത് അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കും ഇതിലേക്ക് കൊല്ലത്തിൽ മാസത്തിലൊരിക്കൽ പ്രസിദ്ധീകരിക്കാം. അപ്പൊ നിങ്ങളുടെ കവിതകളും വേദനകളും അഭിപ്രായം പറയാം. അങ്ങനെ വരണം. എല്ലാവരും കാണാൻ വേണോ? ആണുങ്ങൾ പറയല്ല പറഞ്ഞാൽ അവരുടെ മനസ്സിൽ കിടക്കുന്നത് അങ്ങനെ അവിടെ വലുതാകണ്ട, നമ്മൾ തലയിരിക്കേണ്ട എന്നൊരു ചിന്താഗതികളുണ്ട്. അവർ വേണ്ടുകയല്ല. നിങ്ങൾക്ക് പറയാം, ഒരു വനിതകൾ സപ്പോർട്ടായിട്ട് വേണോ വേണ്ടായോ? എല്ലാ സ്ഥലങ്ങളിലും യൂണിറ്റിന്റെ ലീഡേഴ്സ് പുരുഷന്മാരാണ്. ഇത് കൂടി ഒരു ലീഡറിനെ വെക്കണോ? അതിൻ്റെ പ്രയോജനമുണ്ടോ?
ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കണം. ഇപ്പം തിരഞ്ഞെടുക്കണം. ഇയാൾ ശക്തമായിട്ട് പറയുന്നു, ഇയാളല്ല സെക്രട്ടറി ശക്തമായിട്ട് പറയുന്നു, ഇപ്പം തന്നെ തിരഞ്ഞെടുക്കണം. അപ്പം അതിന് സാജു പറയുമോ? അപ്പം നമ്മുടെ നേതൃത്വം വഹിക്കണം. അപ്പം അതേക്കുറിച്ച് സംസാരിക്കാനായി നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയെ വിളിക്കുന്നു. അവരുടെ പേര് പറഞ്ഞാൽ മതി. ലീഡ് ചെയ്ത ഓരോ യൂണിറ്റിനെ പേര് പറഞ്ഞു ഇവിടെ നിന്ന് ഒരുമാതിരി കണ്ടാക്കളാവിന്റെ കഴിവുണ്ടാക്കി. ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ഇളന്തോട്ടം മേഖലയായതുകൊണ്ട് അവിടെ നിന്നുള്ള മരുന്നുകൾ എഴുന്നേറ്റ് നിന്ന് ജോർജിയേട്ടനെ സഹായിക്കാനായിട്ടൊരു വനിതാ ലീഡർ ഇരിക്കുന്നത്. എല്ലാ വനിതകളും എഴുന്നേറ്റ് നിൽക്കുക ഇളന്തോട്ടം പാലാ മേഖലയിൽ നിന്നുള്ളവർ. ഇത്രയും സമയം നിന്നപ്പോൾ ഒരു 10-15 പേരുണ്ടായിരുന്നു. ഇപ്പോൾ അവരെല്ലാം അവിടെ പോയി. എല്ലാവരും കൂടെ ഒരു നിങ്ങൾ തന്നെ ഒരാളെ സെലക്ട് ചെയ്ത് പറഞ്ഞാൽ ഒരാളുടെ പേര്. നിഷ ഫ്രൻസ്, സോഡി രാജ, രണ്ടുപേര്. നിങ്ങൾ വലിയ യൂണിറ്റ് ആയതുകൊണ്ട് രണ്ടുപേര്. റീന അജി സാറിന്റെ പേര്. നാലും ചേർന്ന് എഴുതിയേക്കാവോ? റീന അജി അപ്പൊ മുട്ട മേഖലയിൽ നിന്നുള്ളവരെ തിരഞ്ഞെടുക്കും. ജോജോയുടെ വൈഫ് ജസുവിനെ ആക്കിയാലോ? എഴുന്നേറ്റോ? ജസുവിനെയാണ് എല്ലാവരും പറഞ്ഞത്. ഇത് തന്നെയാണ്. കട്ടപ്പന മേഖലയിൽ നിന്നുള്ളത്. റെഡിയല്ലേ? സ്വയം ഏറ്റെടുത്തു ഈ ഡസ്റ്റാണ്. മുണ്ടക്കയ മേഖലയിൽ നിന്നുള്ളത്. മായ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? മായ ബിനു. പാലക്കാട് മേഖല. പാലക്കാട് മേഖലയിൽ നിന്ന് വന്നവർ എഴുന്നേറ്റ്.
ഒരു മിനിറ്റ് ഒന്നും അതെ സോമനില്ല സാബു വന്നു സാബു പോയി അബുവിൻ്റെ വൈഫ് ഒന്നുകൂടെ വരാനും എല്ലാവരും പരിചയപ്പെട്ട് നമ്മൾക്ക് ഇന്റർനാഷണൽ മീറ്റിങ്ങിലൊക്കെ നല്ല കഴിവുള്ള ആളാണ് അബു. പേര് നമുക്കേ ഒരു ഇന്റർനാഷണൽ യൂണിറ്റ്, അതായത് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള വിദേശത്തുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒന്ന് ബന്ധിപ്പിക്കാൻ വേണ്ടി സാബുവിന്റെ വൈഫ് നാട്ടിലെ പേരെങ്ങനെ റാണി. അപ്പം എല്ലാവരെയും കൂടെ തീരുമാനമാണ് റാണിയെ തെരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിച്ചു. അതായത് ഇന്റർനാഷണൽ കോർഡിനേഷൻ, അതായത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ ചേർന്നോ അനിയനല്ലേ ജോഡി അതൊന്നേ. അപ്പം അതിനകത്ത് ഒരു ഭാരമായിട്ട് കഴിയുക. എന്നിട്ട് അമേരിക്കയിൽ ഇരുന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന സകല മനസ്സിലല്ല ഒത്തിരി കാര്യങ്ങളാണ്. അപ്പം ഇവിടെ ഇത്ര ആൾക്കാർ വന്നിരിക്കുന്നത് ഞാനൊരു സകല മനസ്സ് വെച്ചുകൊണ്ട് മാത്രം ആൾക്കാർ മാക്സിമം സപ്പോർട്ട് ഞങ്ങൾ ചെയ്യാം. അതായത് ഔട്ട്സൈഡ് ഉള്ളവരുടെയൊക്കെ നമ്പർ കളക്ട് ചെയ്ത് തരുന്ന കാര്യം ഞങ്ങളായിട്ട് അത് മുന്നോട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്വം. ഇങ്ങോട്ട് വാ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. ദൗത്യ മേഖലയിലുള്ള ഒരു വനിതാ ലീഡറോട് എന്നാൽ നിങ്ങൾ വേറെ ഒരാളുടെ പേര് നിങ്ങൾ പറഞ്ഞു. നമ്മളത് പരിചയപ്പെട്ടു. എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്? ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പം 5-6 പേരെ പരിചയപ്പെട്ടു. 2 പ്രാവശ്യം വന്ന് കഴിയുമ്പോഴത്തേനും 5-8 പേരായി, 10 പേരായി, 16 പേരായി, 20 പേരായി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ട് വന്നതാണ്. അല്ലാതെ ഭാര്യ ഭർത്താവ് കൂടെ തന്നെ അത് ശരിയായ നടപടിയല്ല. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിയാണ്. ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരാളും കാര്യമല്ല. ഇങ്ങനെ വാശി പിടിച്ചാലായിരിക്കും പേര് പറയാമോ? ബിനു ബിജു.
കോഴിക്കോട് മേഖലയിൽ വനിതാ ലീഗ് കോഴിക്കോട് മേഖലയിലുള്ള ഒരാളുടെ പേര് ചേച്ചി പ്രസിഡന്റിന്റെ വൈഭവത്തിന്റെ ചേച്ചി. സ്റ്റെഫി സ്റ്റെഫി അനുവിന്റെ പേര് പറയുന്നു. നമ്മുടെ ഇന്റർനാഷണൽ അസോസിയേഷന്റെ നേതാവായിട്ട് സാബുന്, അതായത് നമ്മുടെ മുണ്ടക്കയം ലീഡർ സോമന്റെ അനിയൻ സാബു ഇങ്ങനെ വന്നൊന്ന് ഞാൻ സ്ഥാനം ഏറ്റെടുക്കാം, പക്ഷേ ഇതിനെ ഒന്നും വരാൻ പറ്റില്ല. സംഘടിപ്പിക്കുകയാണെങ്കിൽ അതായിരുന്നു അഭിപ്രായം. ഭൂമിയിലും ആണെങ്കിൽ അവിടുന്ന് മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ് ചെയ്യാം, പരസ്പരം കാണാം, എല്ലാം ചെയ്യാം. അതുപോലെ യൂത്ത് വിങ്ങിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ മാർക്കിന്റെ മോൻ, അത് നിങ്ങൾ രണ്ടുപേരുണ്ട്, മനൂപ് വേണോ ആര് വേണോ നിങ്ങൾ തീരുമാനിച്ച് പറഞ്ഞാൽ തീരുമാനം എടുത്തു. രണ്ടുപേരുടെ ഞാൻ സ്വീകരിപ്പിക്കും.
അടുത്ത മീറ്റിംഗ് വെള്ളത്തിൽ വെച്ച് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കപ്പലോ ബോട്ടോ ആലപ്പുഴ വെക്കാം. ചിലർക്ക് എൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാനും ഉണ്ട്, മേടിക്കുകയും ചെയ്യാം. പ്രസിഡന്റ് സപ്പോർട്ട് ചെയ്യും. സാജിയുണ്ട്, ടോജോയുണ്ട്, 3 പേര്. ഈ ശക്തിപ്പെടുത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിലുള്ള നല്ല രോഗികളുള്ളവരെ നമ്മൾ അറിഞ്ഞിരിക്കണം, പൂർണ്ണുള്ളവരെ അറിഞ്ഞിരിക്കണം. നമ്മുടെ ആരെങ്കിലും അവിടെ പോകുമ്പോൾ സപ്പോർട്ട് കൊടുക്കണം. നമ്മുടെ സ്കൂളിലെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്, ഇതുപോലെ ഡോക്ടറാകുന്നവരുണ്ട്, മറ്റു വിധത്തിലുള്ള പല ഉന്നതത്തിലെത്തിയവരൊക്കെ ഉണ്ട്. അവരൊക്കെ മറ്റുള്ളവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സാമ്പത്തികമായിട്ട് ഞാൻ പറഞ്ഞ എന്തൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു അഡ്മിഷൻ ഇങ്ങനെ വിധത്തിൽ അതിൻ്റെ വന്ന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും നല്ലതാണ് നമ്മൾ ചെയ്യണം. ഞാൻ കൃത്യം ഒരാളെ നിയോഗിക്കുകയല്ല, അവരവരുടെ സ്ഥാനത്തിരിക്കുന്നവർ അത് നമ്മൾ മറ്റൊരാൾ അറിഞ്ഞിരിക്കുകയും ചെയ്യും. ഇന്ന ആൾക്കാർ നമ്മുടെ കുടുംബത്തിൽ ഇന്ന സ്ഥാനങ്ങളിലുണ്ട് എന്നറിയും, അതനുസരിച്ച് ചെയ്യണം. പിന്നെ കഴിയുന്നിടത്തോളം നിങ്ങൾ അച്ഛന്മാർ നിങ്ങളുടെ ഭവനങ്ങൾ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും രാജീവിൻ്റെ നേതൃത്വത്തെ സംരക്ഷിക്കുന്നതാണ്. കമ്മിറ്റി അംഗങ്ങൾ ഇപ്രാവശ്യം നമ്മുടെ ഇടപെട്ടി മാത്രമേ പോകാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും വീടുകളിൽ കൂടെ വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഔപചാരിക സന്ദർശനമല്ല, എല്ലാ വീടുകളും ഒന്ന് കയറി ഇറങ്ങിയൊരു ബന്ധം താല്പര്യമുണ്ട്. പിന്നെ നിങ്ങളിലേക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും ഞങ്ങൾ അച്ഛന്മാരുടെ ആവശ്യം ഞങ്ങൾ 3 പേര് ഒരാളെങ്കിലും തീർച്ചയായിട്ടും വന്നിരിക്കും. നമുക്ക് ആവശ്യങ്ങൾ ഞങ്ങളെ വിളിക്കാം. നിങ്ങൾ പ്രത്യേകം PIയുമായിട്ട് വരേണ്ട കാര്യമില്ല. വാഹനം തന്നാൽ നല്ലത്, എൻ്റെ ഞങ്ങളെ വാഹനം വരികയും ചെയ്യും. ഇപ്പം വന്നുകൊണ്ടായിരിക്കുന്നത് ഏതെങ്കിലും ആവശ്യം വന്നാൽ വികാരിച്ചം പറയാൻ ആരെയും അച്ഛനെ കൊണ്ടൊരു കാര്യം നടത്താം. അതുപോലെ ഞങ്ങൾ വരാൻ തയ്യാറാണ്. ഇതൊരു ബന്ധപ്പെടലാണ് കൊണ്ടൊക്കെ അങ്ങനെ വന്നുകൊണ്ടായിരിക്കുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. നമുക്കൊരു അച്ഛനില്ലല്ലോ അല്ലെ പറഞ്ഞായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ. കൂടുതലായിട്ട് അങ്ങനെയൊരു പേഴ്സണൽ ബന്ധങ്ങൾ കൂടുതൽ അച്ഛന്മാരെ കേന്ദ്രീകരിച്ച് ഉണ്ടാകാൻ സാധിക്കും. കല്യാണങ്ങൾക്കാണേലും അതുപോലെ കല്യാണങ്ങൾക്കാണേലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്കൊരു മാരേജ് ബ്യൂറോ തുടങ്ങാൻ മാത്രമുള്ള ആൾക്കാരുണ്ട്. നമുക്ക് ആണെങ്കിൽ ചെറിയ സാമ്പത്തിക വരുമാനം ഉണ്ടായാൽ സാധ്യതയുണ്ട്. നമുക്ക് ആ 9,000 9,9,000 9,97,000 ഒരു 3,000 കൂടെ വേണം ഇതിനകത്തൊക്കെ വെച്ച് പറ്റിക്കാൻ പറ്റും. 10ലേക്ക് എത്തിക്കാം. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക. ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട് പലരും. ഓരോ സ്ഥലത്തോട്ടൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഇന്നയാൾ ഇത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ആ ബന്ധങ്ങളിലൂടെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞാൽ ഉടനെ കഴിയുന്നിടത്തോളം നമ്മുടെ റിലേറ്റീവ്സിനെ അറിയിക്കുക.
ഒരു മരണമാണെങ്കിലും അതുപോലെ എന്തെങ്കിലും പ്രത്യേകതയാണെങ്കിലും അങ്ങനെയൊരു ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരിക്കലും ഒരു ആത്മഹത്യ പോലെയുള്ളവരുടെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അത്രയും ബന്ധപ്പെട്ടു. നമുക്കറിയാം മൂലവനത്തിലുള്ള വിദ്യാഭ്യാസം നടന്നു. ഇന്നിപ്പോൾ അടുത്ത ലോകത്തിൽ നടന്നതുപോലെ എല്ലാ മനുഷ്യനെ പോകുന്നത് ബന്ധപ്പെടാൻ നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ആ ഒരു ശക്തമായി യൂട്യൂബില് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതെങ്ങനെയാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ അത് നമ്മൾ 2 ദിവസം 3 ദിവസം ആയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കുട്ടികളുടെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അയച്ചു തരാണ്. അതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു. ഈ 1000 സബ്സ്ക്രൈബേഴ്സിനായിട്ട് വന്നാലേ അതിനെ പറ്റുള്ളൂ കണ്ടിട്ട് നിയമങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അത് കൂടുതൽ അറിയത്തില്ല. എക്സ്പെർട്ടായിട്ട് ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അവര് കഴിവ് കുറച്ചുകൂടി വിളിച്ചിട്ടുണ്ട്. മോഡേൺ ടെക്നോളജിയൊക്കെ വീഡിയോ തയ്യാറാക്കാൻ പറ്റുന്നവരുണ്ട്. നല്ല വീഡിയോസ് ഉള്ള തയ്യാറാക്കാൻ പറ്റുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവര് നമ്മൾ സഹായിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. അപ്പൊ അങ്ങനെ വീഡിയോസ് അയച്ചാൽ കുട്ടികളുടെ പ്രോഗ്രാമുകൾ ഒക്കെ അയച്ചാൽ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മനസ്സ് വെച്ചാൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതേ 1000 പേരോ അല്ലെങ്കിൽ 2000 പേരോ ഈസി ആയിട്ട് ആക്കാവുന്നതാണ്. അപ്പൊ അതൊന്നും സഹായിക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുന്നു. ഇനി ആരെങ്കിലും ഒപ്പിടാനുണ്ടോ? രജിസ്റ്റർ ഒപ്പിടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒപ്പിടണം എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ അച്ഛന്മാര് വിളിച്ചാൽ വരും എന്ന അവരുടെ മനസ്സിൽ നിന്നുള്ള ഒരു നിർദ്ദേശം തന്നു. പല കാര്യം നമ്മൾ അംഗീകരിക്കും. അപ്പൊ നമ്മള് തിരിച്ച് വണ്ടി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കുക. ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അവർ ഉപയോഗിക്കുന്ന ഒരു ലോക്കയുടെ തുണിയെങ്കിലും ഞാൻ വേറെ രീതിയിലല്ല ആശ്രയിക്കാൻ വേണ്ടി എന്ന് പറയുന്നത്. കാരണം അതിന്റെ രീതികളൊന്നും സംഘാടനങ്ങളൊന്നും സംഘാടനമാക്കില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു, കാരണം അവരെന്തായാലും നിരക്ക് വരുന്നു, പ്രതിഫലത്തിന് വേണ്ടിയല്ല വരുന്നത്. പക്ഷെ വണ്ടി കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. ഞാൻ പറഞ്ഞ ഈ കൂട്ടത്തില് അയസ്റ്റാണെങ്കിലും വണ്ടി കുടിക്കില്ല, ഗുരുവച്ചൻ വണ്ടി കുടിക്കും, മല്ലച്ചൻ രണ്ടും കൽപ്പിച്ച എന്തായാലും വണ്ടി കുടിച്ചു. പ്രായം ഒന്നും പ്രശ്നമല്ല, എവിടെയാണെങ്കിലും വണ്ടി കുടിക്കും. പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സംവിധാനം ചെയ്യാവുന്ന നല്ലതാണ്. വാർഷികമായിട്ട് ഫോൺ നമ്പർ പുതുക്കി എല്ലാവരും എത്തിക്കുക. അത് ശ്രമിക്കാം. അതിനകത്ത് എന്റെ തല വരും. അതുകൊണ്ട് ഈ നമുക്ക് എന്നാ തുണി എന്നെ ഡോഗിക്കുള്ള തുണി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നെ കണ്ട എനിക്കവിടെ ഇഷ്ടം പോലെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തന്നാലുള്ള കുഴപ്പമില്ല. ഡോഗ് എനിക്കെന്നെ നൽകിയിട്ടുള്ളത് നമുക്കിട്ട് ഒരു കുട്ടിത്തരവും മേടിക്കുന്നതല്ല. ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാനില്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഒരു നിർദ്ദേശം പ്രസിഡന്റിന് വേണ്ടി ഞാൻ പറയുകയാണ്. അദ്ദേഹം ഇവിടെ ഒരു DJ പാർട്ടി മേലിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ പിള്ളേരുടെ പരിപാടി അവിടെ വെച്ച് പുള്ളിയുടെ ഒരു ആഗ്രഹമാണ്. അല്ല 6 മണിക്കൂറോ 3 മണിക്കൂറോ പിള്ളേരുടെ പ്രോഗ്രാം വെച്ചപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അത്യാവശ്യം പറയാനുണ്ടെങ്കിൽ സംസാരിക്കാം. ഇല്ലെങ്കിൽ താമസിയാതെ ഈ പരിപാടി മുകളിലേക്ക് മാറ്റാനുള്ള ഒരു ആലോചനയുണ്ട്. എട്ട് മണിക്ക് നമ്മൾ അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഓൺലൈൻ പ്രോഗ്രാം എന്തെങ്കിലും തമാശയായിട്ടാണെങ്കിൽ പറയാം. ഇവിടെ അവിടെ നിന്ന് സംഭവങ്ങളോ കാര്യങ്ങളോ ഇത് വേണമെങ്കിലും പറയാം. ഞാൻ താമസിക്കുന്നത് പാലക്കാട്ടിലെ പള്ളിയോട് ചേർന്ന് പാലക്കാട് ചേർന്ന് ഈസ്റ്റ് പോകും. ഇവിടെ 4-ാം നമ്പർ കുടിയിലാണ്. നിങ്ങൾക്ക് ഇവിടെ വരാം, ഏത് സമയത്തും വരാം. അവിടെ വെച്ച് ഒരു കപ്പ് കാപ്പി പോലും തരാൻ സംവിധാനമില്ല. എന്നാലും നിങ്ങളെ കാണാൻ സംസാരിക്കാനും നല്ല കാര്യം
വിളിച്ചേച്ച് വരണം. ഫോൺ നമ്പർ ആവശ്യം നടത്തിയപ്പോൾ കൊടുക്കുന്നുണ്ട്. ചേട്ടാ വിളിച്ചിട്ട് വരിക. ഞാൻ ഒരു കെട്ടിട്ട് വായിക്കാനാണ് കാണാൻ എന്തെങ്കിലും ഫ്രീയായിട്ട് പറയും. നടക്കാവുന്ന കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ടെൻഷൻ പിടിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും പറയണം. രക്ഷാധികാരി ബഹുമാനപ്പെട്ട അന്തരിച്ച അധികാരി പ്രിയ കുടുംബാംഗങ്ങൾ ചെമ്മാല പ്രസംഗമാക്കിയ തർക്കം ചെയ്യുന്ന ഞാനും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യം ആക്ഷേപിക്കുമ്പോൾ ഉദ്യോഗങ്ങൾ എഴുന്നേറ്റ് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഇന്ന് ആയിരിക്കുവാൻ. പ്രത്യേകിച്ചും ഈ വയനാട് മേഖലയിൽ സാധിച്ചു. അതിൻ്റെ സന്തോഷവും ഒരുമിച്ച് പോകുന്നപ്പോഴും ഇതെല്ലാം ഒരുമിച്ചുള്ള അപ്പോഴും ഇപ്പോഴും അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം കുടുംബ ബന്ധങ്ങളുടെ വില എന്തുമാത്രമുണ്ട്. അതിൻ്റെ പ്രാധാന്യമുണ്ട്. അത് നമുക്ക് നിലനിർത്തുന്നതിൽ എന്തുമാത്രം ശുഷ്കാന്തിയുള്ളവരും ആയിരിക്കണം. അത് എൻ്റെ പ്രകടനമാണ്. ഈ ദീർഘയാത്രയിൽ കടന്നുവരാനിടയായി പ്രത്യേകിച്ചുള്ള 3 പേരുടെ ജൂബിലിയുമായി പുറത്തുപോയി പ്രയോഗിക്കുമ്പോൾ അന്യൂലിയൻസിന് എൻ്റെ കൂടി ഒരു ആശംസ പ്രത്യേകമായിട്ട് നൽകുകയാണ്. സന്തോഷവാദം കൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ശാഖഭാവം, അതായത് എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് ഇദ്ദേഹത്തെ പുതിയ ആ സഹോദരിയുടെ ഭർത്താവിൻ്റെ 105 വളരെ സന്തോഷകരമായ ഒരു ദിവസം. ഇതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മകൾ ഛാത്രവും അദ്ദേഹം ആ സൃഷ്ടവും ദീർഘവർഷത്തിലേക്ക് നമുക്ക് കൂടി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പല വീടുകളിലും ഈ മുപ്പിളി കൊണ്ട് ഒരു ശല്യം ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ വെള്ളിയാമറ്റത്തെ കുറിച്ച് വലിയ ശല്യമായിരുന്നു. അപ്പോൾ കയ്യിലൂടെ ഇരുന്ന് അച്ഛൻ പറഞ്ഞു അതിന് മരുന്നുണ്ട്, വിരാജുമായിട്ട് കിട്ടും. ഞാനത് മേടിച്ചുകൊണ്ട് അടിച്ചു. ഒരു 1.5-2 വർഷത്തോളമായി അടിച്ചു. അത് മുഴുവൻ പോയി. അപ്പോൾ പല വീട്ടുകാരും ഉള്ളതും മേടിച്ചു. മരുന്ന് മേടിച്ചു ഞാൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കൊടുക്കുന്നതിനടുത്ത് ഒരു ആശീർവാദം കൊടുക്കുന്ന ഞാനൊരു ജീവപുരുഷനായിട്ട് മാറിയത് ചെയ്യാൻ പറ്റില്ല. ഏതായാലും മരുന്നുകളെ ഞാൻ പഠിച്ചെല്ലാം ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഏകദേശം 180 രൂപയുടെ മരുന്ന് 150 രൂപയ്ക്ക് കടയിൽ കിട്ടും. അത് 100 മില്ലിയാണ്. അത് 5 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യാൻ സാധാരണ രീതിയിൽ നയിക്കും. നിങ്ങളിപ്പോൾ കഷ്ടപ്പെടുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പലരും ചോദിക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ കാര്യം വളരെ അതിൻ്റെ ശരി എത്ര മാസം ഞാൻ അവിടെ ഞങ്ങൾക്ക് അനുഭവമായി അത് തോന്നിയിട്ടുണ്ട്. ചെറുപ്പിന് വർഷത്തിൽ ഇവിടെ നിസ്സാരം ഒക്കെയുള്ളൂ.
ഒരു പ്രാവശ്യം എടുത്താൽ പോയി പിന്നെ വേണമെങ്കിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. ചിലർ പറഞ്ഞു ഒന്ന് ശരീരം ഒരു വർഷം തോറും നൽകുന്നു. ഇതിന് പ്രയാസമുള്ള കാര്യമില്ല. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. കുർബാന നമ്മൾ പോണ വഴിക്ക് തന്നെ റോഡ് സൈഡിൽ തന്നെ വണ്ടി അതിനോടനുബന്ധിച്ചിരിക്കുന്ന അടുത്ത പാലിക്ഷണം. അപ്പോൾ കുർബാന കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു 10-20 അരമണിക്കൂർ മാക്സിമം ഒരു മീറ്റിംഗ് അതോടുകൂടി നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കണം എല്ലാവരും പോകും. അപ്പം അത് കണക്കാക്കി എല്ലാവരും 10:00 മുമ്പായിട്ട് പള്ളിയിലെത്തണം. അവിടെ 9:10 കുർബാന നമ്മളെ അവിടുത്തെ പള്ളിയിൽ 9:00 ആക്കിയിട്ടുണ്ട്. അവരൊരു 10:25 ആകുമ്പോൾ പള്ളിയിലാണ്. ഇവിടുന്ന് ഇറങ്ങുന്ന സമയം ചെറുതിൻ്റെ കാര്യം ഉള്ളതുകൊണ്ട് അരമണിക്കൂർ ഉണ്ടാകും. അപ്പോൾ കാപ്പിയെല്ലാം കാലത്ത് പോകുന്നെങ്കിൽ ഒരു 8:00 ഇറങ്ങില്ല. 9 എന്തായാലും 8:00 ഇറങ്ങാൻ പറ്റണം. എന്നാലും സമയം പാലിക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ കുറേ ആൾക്കാർ വിളിച്ച് വരുന്നതാണ് പള്ളിയിൽ കുർബാന കാണാൻ വേണ്ടി. ആ പുതുപ്പള്ളി നമ്മുടെ വീട്ടിൽ തിരിയുന്ന ദിവസം 26 പിന്നെ വണ്ടിയിൽ ജോഷിക്കറിയാം, നമുക്ക് പള്ളി അറിയാം. പിന്നെ പ്രശ്നം ഒന്നെങ്കിൽ ഇവിടുന്ന് കഴിച്ചിട്ട് പോകണം, എല്ലാ അടിവാരം പോകുന്നത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ് രാവിലത്തെ ഭക്ഷണം? പോകുന്ന വഴിക്കാം. ഇതിന് കഴിച്ചിട്ട് പോകണം, പോകുന്ന വഴിക്കാം. വിജയിച്ചും പറയുന്ന ഒരു ഫോട്ടോ എടുക്കണം. എങ്ങനെ എന്താണെന്ന് വീക്ഷിച്ചെടുക്കുക. നന്ദി കൂടി പറഞ്ഞതിന് ശേഷമായിരിക്കും ഒരു ഫോട്ടോ എടുക്കുന്നത്. നന്ദി അർപ്പിക്കുന്നതിനായി ശ്രീ മത്തായി മണ്ഡല ക്ഷണിക്കുന്നു. യോഗം പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ പൊതുയോഗം നമുക്ക് ഏതാണ്ട് വിജയകരമായി നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നമ്മൾ ഓർക്കണം. പ്രധാനമായിട്ടും കുര്യനച്ഛൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് ഇത് നടത്താൻ പറ്റിയത്. പിന്നെ ഇത് അറേഞ്ച് ചെയ്തത് നമ്മുടെ പ്രസിഡന്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വയനാട്ടിലെത്താൻ ഇവിടുത്തെ സൗകര്യങ്ങൾ അനുഭവിക്കാനും കഴിഞ്ഞു. പിന്നെ നമ്മളോട് പിയാറോയെ എപ്പോഴും ഓർക്കണം. പിയാറോയാണ് ഇത്രയാണ് ഇവിടെ എത്തിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനും നമ്മൾ പ്രത്യേകം പുള്ളിയുടെ നന്ദിയുള്ളവരായിരിക്കണം. പിന്നെ ഇതിന്റെ വിജയം ഓരോരുത്തരുമാണ്. പല
അതെല്ലാം മാറ്റി പരിപാടികളോ ഒക്കെയാണ് ഇവിടെ എല്ലാവരും എത്തിയത്. അതിന് ഈ സംബന്ധിച്ച് ഇതിന് പ്രസിദ്ധുൾപ്പെടെയുള്ള എല്ലാവരോടും സംബന്ധിച്ച ഓരോരുത്തരോടും ഈ പ്രതിയോഗത്തിൽ ഞാൻ റൈറ്റ് അടിച്ചാ കിട്ടുന്നത്.